ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ലളിതാ സഹസ്രനാമത്തിലെ ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ഈ രണ്ട് ശ്ലോകങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ അർത്ഥം സഹിതം പഠിച്ചത്. ഇന്ന് നമുക്ക് ശ്രീമത് സിംഹാസനേശ്വരി അടുത്ത ശ്ലോകമാണ്. ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി. എന്താണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം? അതായത് ശ്രീമത്തായ സിംഹാസനത്തിന് ഈശ്വരിയായവൾ എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. സിംഹാസനം ആരുടെ ഇരിപ്പിടമാണ്? രാജാക്കന്മാരുടെ ഇരിപ്പിടമാണ്. ഈ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് രാജാക്കന്മാർ അല്ലെങ്കിൽ ചക്രവർത്തിമാർ എന്തു ചെയ്യുന്നു? അവരുടെ രാജ്യം ഭരിക്കുന്നു. അവിടെ അധികാരത്തെ സൂചിപ്പിക്കുന്നു, അല്ലെ? ഇവിടെ ഭഗവതി ഈ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ഏതു രാജ്യമാണ് ഭരിക്കുന്നത്? ദേവിയുടെ രാജ്യത്തിന്റെ പേരെന്താണ്? ഇവിടെ സ്ഥലകാല പരിധികൾക്ക് വിധേയമാണ് രാജാക്കന്മാരുടെയും ചക്രവർത്തിമാരുടെയും ആധിപത്യം. എന്നാൽ പരാശക്തിയായ അംബികയുടെ ആധിപത്യത്തിന് ആ പരിധികളില്ല. അതായത് ഈ പ്രപഞ്ചത്തിൻ്റെ ഭരണാധികാരിയാണ്, ഈശ്വരിയാണ് അംബിക. ഇവിടെ സിംഹാസനം എന്ന് മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്, പിന്നെന്താണ് പറഞ്ഞിരിക്കുന്നത്? ശ്രീമത്തായ സിംഹാസനം, അല്ലെ? എന്താണ് ശ്രീമത്തായ സിംഹാസനം? എന്തിനാണ് അങ്ങനെ ഒരു വിശേഷണം? അതായത് സാധാരണ രാജാക്കന്മാരുടെയും ചക്രവർത്തിമാരുടെയും ഇരിപ്പിടമാണ് സിംഹാസനം. അങ്ങനെയുള്ള ആ സിംഹാസനത്തിൽ നിന്ന് അംബികയുടെ സിംഹാസനത്തെ വേർതിരിച്ചു കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രീമത്തായ സിംഹാസനം എന്ന് പറഞ്ഞിരിക്കുന്നത്. ചില വ്യാഖ്യാതാക്കൾ സിംഹം എന്ന ശബ്ദത്തിന് ശ്രേഷ്ഠം എന്ന അർത്ഥം കൂടി ഉണ്ട് എന്ന് പറയുന്നു. അവർ പറയുന്നു സിംഹാസന ശബ്ദത്തിന് ശ്രേഷ്ഠമായ ആസനം എന്ന ഒരു അർത്ഥം കൂടി ഉണ്ട് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ശ്രീമത്തും ശ്രേഷ്ഠവുമായ ആസനത്തിന് ഈശ്വരിയായവൾ എന്ന ഒരു അർത്ഥം കൂടി ഈ ശ്ലോകത്തിന് ഉണ്ട് എന്ന് ചില ആചാര്യന്മാർ പറയുന്നു. സിംഹമാകുന്ന ആസനത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. ഇവിടെ സിംഹത്തിൻ്റെ പുറത്തിരുന്ന് മഹിഷാസുരനെ വധിക്കുവാൻ പോയ ഭഗവതിയെ നമുക്ക് സങ്കല്പിക്കാം. മഹിഷാസുര വധത്തിന് വേണ്ടി സർവദേവന്മാരുടെയും തേജസ്സുകളിൽ നിന്നാണ് ഭഗവതി അവതരിച്ചത് എന്ന് ദേവീ മഹാത്മ്യം പറയുന്നുണ്ട്. ദേവീ മഹാത്മ്യം നമ്മൾ കഥാരൂപത്തിൽ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു. ഇനി ഒരവസരത്തിൽ നമുക്ക് ദേവീ മഹാത്മ്യം വീണ്ടും പറയാം. ആ സമയത്ത് എങ്ങനെയാണ് അംബിക അവതരിച്ചത്, മഹിഷാസുര വധത്തിന് വേണ്ടി അംബിക എങ്ങനെ അവതരിച്ചു എന്നുള്ള കാര്യം അതിൽ വളരെ വിസ്തരിച്ചു തന്നെ പറയുന്നുണ്ട്. ആ സമയത്ത് ഭഗവതിക്ക് ധാരാളം സമ്മാനങ്ങൾ ലഭിച്ചിരുന്നു. അങ്ങനെ ആയുധങ്ങളും ആഭരണങ്ങളും ഓരോ ദേവന്മാരാണ് ആ സമയത്ത് അംബികയ്ക്ക് കാഴ്ചവെച്ചത്. ഹിമവാൻ വാഹനമായ സിംഹത്തെയും അനേകം രത്നങ്ങളെയും അതായത് സമർപ്പിച്ചു. അംബികയുടെ കൂടെ കാണുന്ന ആ സിംഹം, അതായത് അംബിക ഇരിക്കുന്ന ആ സിംഹത്തെ അംബികയ്ക്ക് സമർപ്പിച്ചത് ആരാണ് കാഴ്ചവെച്ചത്? ഹിമവാനാണ് കാഴ്ചവെച്ചത്. മഹിഷനുമായുള്ള യുദ്ധത്തിൽ ദേവീ വാഹനമായ സിംഹം പങ്കെടുത്തതായി നമ്മൾ ദേവി ഭാഗവതത്തിൽ പഠിച്ചിട്ടുണ്ട്. സിംഹാസനസ്ഥയായ ഭഗവതി എന്നാണ് പറയുന്നത്. ദേവി യുദ്ധത്തിൽ പങ്കെടുക്കുമ്പോൾ ദേവിയുടെ കൂടെ ആ സിംഹവും യുദ്ധത്തിൽ പങ്കെടുത്ത് ധാരാളം അസുരന്മാരെ കൊന്നതായി വളരെ മനോഹരമായ രീതിയിൽ ആ യുദ്ധ വിവരണമൊക്കെ ദേവീ മഹാത്മ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. മാധവത്തിന്റെ കൂടെ സ്ഥിരമായി സഞ്ചരിച്ച ആളുകൾക്കൊക്കെ തന്നെ ആ കഥ അറിയാനായിട്ട് സാധിക്കും. കാരണം ദേവീ മഹാത്മ്യം നമ്മൾ വിശദമായി തന്നെ കഥാരൂപത്തിൽ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു അവസരം വരുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും വീണ്ടും
ദേവി മഹാത്മ്യം കഥാരൂപത്തിൽ പറയുന്നതായിരിക്കും. ആ സമയത്ത് കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും അത് കേൾക്കാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി എല്ലാ ദിവസവും മാധവത്തിന്റെ കൂടെ സഞ്ചരിക്കുക. അടുത്ത ശ്ലോകം എന്താണ്? ചിദഗ്നികുണ്ഠ സംഭൂത. എന്താണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം? ചിദഗ്നികുണ്ഠത്തിൽ നിന്ന് ജനിച്ചവൾ എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. ഇവിടെ ഭണ്ഡൻ എന്ന അസുരനോട് യുദ്ധം ചെയ്ത് തോറ്റ ദേവന്മാർ, അതായത് ഭണ്ഡാസുരനോട് യുദ്ധം ചെയ്തിട്ട് ദേവന്മാർ തോറ്റുപോയി. അതിനുശേഷം അവര് പരാശക്തിയായ അംബികയെ പ്രീതിപ്പെടുത്തുന്നതിനായി ഒരു മഹായാഗം ആരംഭിച്ചു. 1 യോജന വിസ്താരമുള്ള അഗ്നികുണ്ഡം നിർമ്മിക്കുകയും ഇന്ദ്രൻ തുടങ്ങിയ ദേവന്മാരെല്ലാവരും വിധിപ്രകാരം യാഗം നടത്തുകയും ചെയ്തു. തങ്ങളുടെ ശരീരത്തിൽ നിന്ന് മാംസം മുറിച്ച് ശാസ്ത്രവിധിപ്രകാരം മന്ത്രപൂർവം അഗ്നിയിൽ അവര് ഹോമിച്ചു. ആ യാഗാഗ്നിയിൽ നിന്ന് ഒരു തേജോപുഞ്ചം ആവിർഭവിക്കുകയും അതിൻ്റെ മധ്യത്തിലായി ഭഗവതി ആവിർഭവിക്കുകയും ചെയ്തു എന്നാണ് ലളിതോപാഖ്യാനത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്. അതായത് ദേവന്മാർ യാഗത്തിനു വേണ്ടി ജ്വലിപ്പിച്ച അഗ്നികുണ്ഠത്തിൽ നിന്ന് ഒരു തേജോരൂപം ആവിർഭവിക്കുകയും ആ തേജോരൂപത്തിൻ്റെ മധ്യത്തിലായി ഭഗവതി ആവിർഭവിച്ചു എന്നാണ് അർത്ഥം. ധാരാളം പുരാണങ്ങൾ നമുക്കുണ്ട്. അങ്ങനെയുള്ള ഒരു പുരാണമാണ് രേണുകാ പുരാണം. ഈ രേണുകാ പുരാണത്തിലും ഭഗവതി അംബിക അഗ്നികുണ്ഡത്തിൽ നിന്ന് ഉത്ഭവിച്ചതായി പറയുന്നുണ്ട്. ഇഷാക്കു വംശത്തിൽ പിറന്ന രേണുദേവിയെ ഉദ്ദേശിച്ച് രേണുദേവിയെ പ്രീതിപ്പെടുത്തുന്നതിനായി യാഗം ചെയ്തുവെന്നും ആ യാഗാഗ്നിയിൽ നിന്ന്, ആ യാഗാഗ്നി കുണ്ഡത്തിൽ നിന്ന് ദിവ്യരൂപിയും ദിവ്യാഭരണ വിഭൂഷിതയുമായ ദേവി ആവിർഭവിച്ചു എന്ന് ഈ രേണുകാ പുരാണത്തിലും പറയുന്നുണ്ട്. അതായത് അഗ്നിയിൽ നിന്ന് ജനിച്ചവൾ എന്നാണ്. അഗ്നി എന്താണ്? എല്ലാം ശുദ്ധീകരിക്കുന്നവളാണ്, അല്ലേ? അങ്ങനെ ശുദ്ധീകരിക്കപ്പെട്ട ശുദ്ധിയുള്ളവളായ ഭഗവതി അങ്ങനെ ആവിർഭവിക്കുകയാണ്. ശക്തിയാണ് ആവിർഭവിച്ചത്. ദേവന്മാരെ രക്ഷിക്കുന്നതിന് വേണ്ടി, അവരെ സഹായിക്കുന്നതിന് വേണ്ടി, ദുഃഖങ്ങൾ അകറ്റുന്നതിന് വേണ്ടി, അജ്ഞാനത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി ഭഗവതി യാഗകുണ്ഠത്തിൽ നിന്ന് ആവിർഭവിച്ചു. ഇതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. നമ്മൾ ഇന്ന് 2 ശ്ലോകങ്ങളാണ് പഠിച്ചത്. ഭഗവതിയുടെ സിംഹാസനത്തെ പറ്റി പഠിച്ചു. എങ്ങനെയാണ് ചക്രവർത്തിമാരുടെയും രാജാക്കന്മാരുടെയും സിംഹാസനത്തിൽ നിന്ന് ഭഗവതിയുടെ സിംഹാസനം വേർതിരിക്കപ്പെടുന്നത് എന്നുള്ള കാര്യം ആദ്യം പഠിച്ചു. അതായത് ശ്രീമത് സിംഹാസനേശ്വരി, പിന്നീട് ചിദഗ്നികുണ്ഠ സംഭൂത, ചിദഗ്നികുണ്ഠത്തിൽ നിന്ന് ജനിച്ചവൾ. ആരാണ് യാഗം ചെയ്തത്? ഭണ്ഡൻ എന്ന അസുരനോട് തോറ്റു നിൽക്കുന്ന ദേവന്മാർ യജ്ഞം നടത്തുകയും യാഗം നടത്തുകയും ആ യാഗാഗ്നിയിൽ നിന്ന് അംബിക ജനിക്കുകയും ചെയ്തു, അവതരിക്കുകയും ചെയ്തു. ആ യാഗാഗ്നിയിൽ ദേവന്മാർ അവരുടെ മാംസം ഹോമിച്ചു. അതുപോലെ രേണുകാ പുരാണത്തിലും പറയുന്നു, ദേവന്മാർ രേണുദേവിയെ പ്രീതിപ്പെടുത്തുന്നതിനായി യാഗം ചെയ്തുവെന്നും ആ യാഗകുണ്ഡത്തിലെ അഗ്നിയിൽ നിന്ന് അംബിക അവതരിച്ചു എന്നും പറയുന്നുണ്ട്. ഈ 2 ശ്ലോകങ്ങളാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. നിങ്ങൾക്ക് ഈ 2 ശ്ലോകങ്ങളുടെയും അർത്ഥം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്ന കാര്യം മനസ്സിലാകുന്നുണ്ടോ എന്നുള്ള കാര്യം പറയണം. ഇങ്ങനെ തന്നെ പറഞ്ഞാൽ മതിയോ എന്നുള്ള കാര്യം കൂടി നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണം.
എല്ലാ ദിവസവും ലളിതാ സഹസ്രനാമം നിങ്ങൾ എല്ലാവരും ജപിക്കണം. വൈകുന്നേരം, അതായത് സന്ധ്യാസമയത്ത് ജപിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം. എപ്പോൾ വേണമെങ്കിലും ജപിക്കാം, എങ്കിലും കൂടുതൽ ശ്രേഷ്ഠം സന്ധ്യാസമയത്ത് ജപിക്കുന്നതാണ്. വെറും നിലത്തിരുന്ന് ജപിക്കരുത്. ഒരു പായോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാറ്റോ എന്തെങ്കിലും ഇട്ട്, അല്ലെങ്കിൽ കട്ടിയുള്ള തുണി അത് വിരിച്ചിട്ട് അതിൻ്റെ പുറത്തിരുന്ന് വേണം ജപിക്കാനായിട്ട്. അല്ലെങ്കിൽ താഴെ ഇരിക്കാൻ സാധിക്കാത്ത ആളുകൾക്ക് കസേരയിലിരുന്നു ജപിക്കാവുന്നതാണ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത വെള്ളിയാഴ്ചയാണ് നമ്മൾ ലളിതാ സഹസ്രനാമത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമ്മൾ പഠിക്കുന്നത്. എല്ലാ ചൊവ്വയും വെള്ളിയും രാത്രി 8 മണിക്കാണ്. അതുപോലെ തന്നെ വ്യാഴാഴ്ച ഭഗവത്ഗീതയും ഉണ്ടായിരിക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാ ദിവസവും മാധവത്തിൻ്റെ കൂടെ സഞ്ചരിക്കുക. എല്ലാ ദിവസവും നമ്മൾ അതാത് ദിവസങ്ങളിലെ പ്രാധാന്യവും അതുപോലെ തന്നെ ഭാഗവതത്തിലെയും രാമായണത്തിലെയും ഒക്കെ കഥകളുമൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകാം. അതുപോലെ മാധവം എന്ന യൂട്യൂബ് ചാനലിന് ഒരു വാട്സപ്പ് കൂട്ടായ്മയുണ്ട്. വാട്സപ്പ് കൂട്ടായ്മയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ജോയിൻ എന്ന ബട്ടൺ അമർത്തിയാൽ മതി. തികച്ചും സൗജന്യമാണ്. ആ വാട്സപ്പ് കൂട്ടായ്മയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദിവസത്തെയും രാഹുകാലം, ബ്രഹ്മമുഹൂർത്തം, ഉദയം, അസ്തമയം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.